ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മോഡ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ്ഡ്. അപ്പോൾ വേർബൽ കമ്മ്യൂണിക്കേഷന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് വേർബൽ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അനസ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്ന ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അസ്ന, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മോഡ് ഓഫ് വേർബൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ്ഡ്. അപ്പോൾ വേർബൽ കമ്മ്യൂണിക്കേഷൻ എത്ര തരത്തിലുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള വേർബൽ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്കറിയാം? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ 4 തരത്തിലുള്ള വേർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ആദ്യം ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ യെസ് 4 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, ശരിയാണ്. അപ്പോൾ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? സിമ്പിൾ ആണ്, പെട്ടെന്ന് പറഞ്ഞേ ഒന്ന് വേഗം. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അമീറ കമ്മ്യൂണിക്കേഷൻ വിത്ത് സെൽഫ്. യെസ് റൈറ്റ്. ഓക്കെ, നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ യെസ് സെൽഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? That means the communication involves 2 or more people communicating. അല്ലെ, ഒന്നോ അതിലധികമോ പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, റൈറ്റ്. കമ്മ്യൂണിക്കേഷൻ വിത്ത് 2 people. യെസ് അമീറ, ഇറ്റ്സ് റൈറ്റ്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്, നമ്മുടെ ഫാമിലിയിൽ സംസാരിക്കുന്നത്, ഇതൊക്കെ എന്താണ്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. Then what is extrapersonal communication? Extrapersonal communication എന്താണ്? പെട്ടെന്ന് പറയൂ, നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, extrapersonal communication means communication between human and non-human beings. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ബീങ്സ്. അതാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും പെറ്റ്സുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നട്ട് വളർത്തിയ എന്തെങ്കിലും ഒരു ചെടി, ഒരു റോസാപ്പൂ, ഇതിനോടൊക്കെ എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് വല്ലപ്പോഴും ഒക്കെ അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആരെങ്കിലും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആരെങ്കിലും ചെയ്യാറുണ്ടോ? പെറ്റ്സിനോടോ, ആനിമൽസിനോടോ, അല്ലെങ്കിൽ ഫ്ലവേഴ്സിനോട്, അല്ലെങ്കിൽ ട്രീസിനോട്, ഇതിനൊക്കെ ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? യെസ്, റാഷിദ ഫൈസൽ, റാഷിദ പറഞ്ഞത് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അസ്ന പറയുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. യെസ്, എല്ലാവരും എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടത്താറുള്ള ആൾക്കാരാണ് അല്ലെ. കാരണം എന്താണ്? ഒരു മനോഹരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ദെൻ വാട്ട് ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ? അതായത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? ലാർജ് ഓഡിയൻസിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് അല്ലേ. സ്പീക്കർ ഒരു ലാർജ് ഓഡിയൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആര് സംസാരിക്കുന്നത്? സ്പീക്കർ സംസാരിക്കുന്നത്. ഒന്നോ അതിലധികമോ ഒരു മാസ് ഓഡിയൻസിനോട് സംസാരിക്കുന്നതാണ് എന്ത് പറയുന്നത്? മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പബ്ലിക് സ്പീച്ചസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പറയാം മാസ് കമ്മ്യൂണിക്കേഷന് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം? പബ്ലിക് സ്പീച്ചസുകൾ പറയാം അല്ലേ. നമ്മൾ ഇപ്പോൾ പബ്ലിക്ലി ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ സ്പീച്ചസുകൾ നടത്തുമ്പോൾ ഒരുപാട് പേര് അവിടെ ഒത്തുകൂടിയിട്ടുണ്ടാവും ആ ഒരു സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 4 ടൈപ്സ് ഓഫ് വേർബൽ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം?
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് തടസ്സങ്ങൾ നേരിടാം അല്ലെ? അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറയുന്നത്? സെൻഡറിൽ നിന്നും റിസീവറിലോട്ട് മെസ്സേജ് പ്രിവെന്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം? കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറയാം. സോ ഓക്കെ, അപ്പൊ എത്ര തരം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉണ്ട്? സോ കമ്മ്യൂണിക്കേഷനെ എന്ത് ചെയ്യാം? അത് ബാരി ചെയ്തേക്കാം അല്ലെ? ലൈക്ക് എങ്ങനെയാ? ചിലപ്പോൾ ഡിപ്രഷൻ, ഫോബിയ, അല്ലെങ്കിൽ സ്പീച്ച് ഇഷ്യൂസ്, സ്റ്റേജ് ഫ്രൈറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യാം? ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷനെ ബാരി ചെയ്തേക്കാം. ഇപ്പോൾ ഡിപ്രഷൻ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അയാളുടെ ഉള്ളിലുള്ള മെസ്സേജ് റിസീവറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് എത്തിക്കാൻ സാധിക്കില്ല. സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? നെർവസ് ഫീൽ ചെയ്യാം അല്ലേ? നമ്മുടെ മൗത്ത് ഡ്രൈ ആവാം, നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാണ്? വേർഡ്സുകൾ കിട്ടാതെ വരാം. ഇതൊക്കെ എന്താണ്? സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഇമോഷണൽ ബാരിയേഴ്സ്. എങ്ങനെയാണ് ഇമോഷണൽ ബാരിയേഴ്സ് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നത്? ലൈക്ക് ആങ്കർ, ഇംപേഷ്യൻസ് ഓർ ഹ്യൂമർ ക്യാൻ ഹിൻഡർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേഷ്യവും ക്ഷമയില്ലായ്മയും ഹ്യൂമറൊക്കെ എന്ത് ചെയ്യാം? ഒരു കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യാം. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? അയാളുടെ ഉള്ളിലുള്ള മെസ്സേജസ് പെട്ടെന്ന് റിസീവറിലോട്ട് കൺവേ ചെയ്യാൻ പറ്റണം എന്നില്ല. ദെൻ ദ ഫിസിക്കൽ ബാരിയേഴ്സ്. അപ്പൊ എന്താണ് ഫിസിക്കൽ ബാരിയേഴ്സ്? ഒരു കമ്മ്യൂണിക്കേഷനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് കേട്ടോ. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഒരു ഇത് പറയാനുള്ളത് നോയ്സ് ആണ്. എങ്ങനെയാണ് നോയ്സ്? നമ്മളിപ്പോൾ രണ്ടുപേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പല നോയ്സുകളും ഉണ്ടാവാം. അപ്പോൾ ആ നോയ്സ് ഒക്കെ എന്ത് ചെയ്യാം? നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്തേക്കാം. ഇനി നമ്മൾ ഡിവൈസസിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോൺ അങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും? ആ ഒരു ഡിവൈസസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം? ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ബാധിച്ചേക്കാം. ദെൻ ഫിസിക്കൽ ഡിസ്റ്റൻസ്. എങ്ങനെയാണ് ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒരു കമ്മ്യൂണിക്കേഷനെ എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അത് തടസ്സപ്പെടുത്തുന്നത്? ഫിസിക്കൽ ഡിസ്റ്റൻസ്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് മുറിയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ ടീച്ചർ എന്താണ്? നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ക്ലാസ്സിൽ ഒത്തിരി പേര് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അവസാനമുള്ളവർക്ക് എന്താണ്? ഒരു പക്ഷേ ടീച്ചറുടെ വോയിസ് എന്താണ്? കേൾക്കണമെന്നില്ല. അവർക്ക് എന്താണ്? ഒരു കണക്ഷൻ കിട്ടില്ല. സോ ദാറ്റ് ഈസ് ഫിസിക്കൽ ഡിസ്റ്റൻസ് വരുമ്പോൾ എന്താവും? നമ്മുടെ കമ്മ്യൂണിക്കേഷനെ അത് അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ തടസ്സപ്പെടുത്തും. ദെൻ കൾച്ചറൽ ബാരിയേഴ്സ്. ഹൗ കൾച്ചറൽ ബാരിയേഴ്സ് അഫക്റ്റ് ആൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ എന്താണ്? ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു യൂറോപ്യൻ ആണെന്ന് വിചാരിക്കുക. അയാളുടെ ബിഹേവിയറും ക്ലോത്തിങ്സും റിലീജിയണും ഫുഡും ഒക്കെ എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറെൻ്റ് വരുമ്പോൾ എന്താണ്? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഓർ ഹെൽത്ത് കണ്ടീഷൻ അഫക്റ്റ് അവർ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ? ഷ്രിൽ വോയിസ്. ഇപ്പോൾ ഒരാളുടെ വോയിസ് വളരെ പിച്ചായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പിച്ചായിട്ടുള്ള വോയിസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അയാൾ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ദെൻ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. എങ്ങനെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത്? നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടെ എന്താണ്? സുപ്പീരിയേഴ്സ് ഉണ്ടാവും, സബോർഡിനേറ്റ്സും ഉണ്ടാവും. അപ്പോൾ അവർ സംസാരിക്കേണ്ട രീതിയിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു സ്ഥാപനം ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ വേണം എന്ത് ചെയ്യാൻ? നമ്മൾ സംസാരിക്കാൻ. മാത്രമല്ല അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഹൈറാർക്കി എന്ത് ചെയ്യുന്നു?
ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനെ വാരി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്താണ് അവിടെ പോസിബിൾ അല്ല ബിക്കോസ് ഓഫ് ദ ഹൈറാർക്കി among the employees. So then last one is semantic barriers. എന്താണ് semantic barriers? Semantic barriers is also known as language barriers. എന്താണ് language barriers എന്നും എന്ത് അറിയപ്പെടുന്നുണ്ട്? semantic barriers അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും സെമാൻറ്റിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺക്ലിയർ ആയിട്ടുള്ള വേർഡ്സുകൾ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുക, ജാർഗൺ ഫിൽഡ് മെസ്സേജസ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുക. അതൊക്കെ എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും കൺഫ്യൂഷനിലോട്ടും ലീഡ് ചെയ്യും. ഇപ്പോൾ മാത്രമല്ല ടെക്നിക്കൽ ടേംസുകൾ യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഒരു സ്പീക്കർ. ഇപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെയൊക്കെ കാണാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഫീൽഡിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൊഫഷനെ സംബന്ധിച്ചിട്ടുള്ള വേർഡ്സുകൾ ഒരു പക്ഷേ അവർ പറഞ്ഞേക്കാം. അത് ചിലപ്പോൾ എന്താണ് റിസീവർക്ക് മനസ്സിലാവണമെന്നില്ല. സോ അങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസുകൾ യൂസ് ചെയ്യുമ്പോഴും എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു. സോ അപ്പോൾ ഇത്രയും കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര ബാരിയേഴ്സ് ഉണ്ടായിരുന്നു? 7 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആണുള്ളത്. Psychological barriers, emotional, physical and cultural barriers, physiological barriers, organizational barriers and semantic barriers. അങ്ങനെ 7 type of barriers ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ?